ഹായ്ഡാ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണീഷ. നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും അതേപോലെ 10th മെയിൻസിൻ്റെയും ഒക്കെ ഒരു ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിഗ്രി പ്രിലിംസിൻ്റെ, അതായത് 2023 നടന്നിട്ടുള്ള 031/2023 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതാണോ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫാക്ട്സും നമ്മൾ എന്ത് ചെയ്യാം പറയുന്നതായിരിക്കും. നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമേ പറയട്ടെ, നമ്മൾ PSC ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ കേരള ചരിത്രം കൂടുതലും PSC ഈ SCERTക്ക് പുറമെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൂടുതൽ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ആ ബുക്ക് റെഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേരള ചരിത്രവുമായിട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇതാണ്: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. യോഗക്കാർക്ക് അവർക്ക് പിന്തുണയും നൽകി. രണ്ടാമത്തെ ഫാക്ട്: രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാനെത്തി. ദേവസ്വം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് ശരിയായവ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകൾ നമുക്ക് പറയാം. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ്. 1729 മുതൽ 1758 വരെയാണ് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം. ജനനം 1706 ഏതാണടാ? ജനനം 1706. ഈ ഭരണകാലഘട്ടം തിരുവിതാംകൂറിലെ എല്ലാ രാജാക്കന്മാരുടെയും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം മിക്ക ചോദ്യങ്ങളും ഇപ്പം ഏതെങ്കിലും ഇൻസിഡന്റ് തന്നിട്ട് ഇത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചാനാർ ലഹള ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ്? അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? PSC ചോദിക്കാറുണ്ട്. മാർത്താണ്ഡവർമ്മ ഏതൊക്കെ പേരുകളിലാണ് അറിയപ്പെട്ടത്? ഇദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാണ് അല്ലെങ്കിൽ സൃഷ്ടാവാണെന്ന് നമുക്ക് വിളിക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നുണ്ട്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇദ്ദേഹത്തിന്റെ ഭരണനയം എങ്ങനെയാണ്? ഇദ്ദേഹത്തിന്റെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അതായത് ഇരുമ്പും നിണവും ഇരുമ്പും നയം എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ നയത്തെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് എന്താണ്? മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ്. അതായത് നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ സ്ഥാപകൻ ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. അപ്പം അതിന്റെ തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന രാജവംശം ഏതാണ്? അത് വേണാട് രാജവംശമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വേണാടിന് ശേഷം വന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ രാജാവായിട്ടുള്ള അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. തിരുവിതാംകൂർ അറിയപ്പെടുന്ന പേരുകൾ. ഇനി തിരുവിതാംകൂർ ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നും വേണാട് സ്വരൂപം എന്നും. തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട് സ്വരൂപം, അതേപോലെ കുപ്പക സ്വരൂപം എന്നറിയപ്പെടുന്നുണ്ട്. ഈ കുപ്പക സ്വരൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് രാജവംശത്തിന്റെ ഒക്കെ ആ ഒരു തായ്വഴിയിലുള്ള ഒരു സ്വരൂപമാണ്, അല്ലെങ്കിൽ ഒരു സ്വരൂപമാണിത്. അതായത് രാജവംശത്തിന്റെയും ചേരവംശത്തിന്റെയും ഒക്കെ പരമ്പരയായിട്ട് വരുന്നതാണല്ലോ തിരുവിതാംകൂർ. അതുകൊണ്ട് നമുക്ക് കുപ്പക സ്വരൂപം എന്നും എന്തിനെ പറയാം? തിരുവിതാംകൂർ രാജവംശത്തെ കുപ്പക സ്വരൂപം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണസമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം എന്നറിയപ്പെടുന്നതാണെങ്കിൽ ഇതിന്റെ വ്യാപാര തലസ്ഥാനം ഏതാണ്? മാവേലിക്കരയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് വ്യാപാര തലസ്ഥാനം, തിരുവിതാംകൂറിന്റെ വ്യാപാര തലസ്ഥാനം ഏതാണടാ? അത് മാവേലിക്കരയാണെന്ന് പഠിച്ചു വെക്കാം.
ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പിന്നെ PSC ചോദിക്കുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഉടമ്പടികളും അതേപോലെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് യുദ്ധങ്ങളുമാണ് നമുക്ക് ക്വസ്റ്റ്യൻ കൂടുതൽ കാണാറുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ നിർമ്മിതികൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഉടമ്പടികൾ നോക്കുകയാണെങ്കിൽ 1723 വേണാട് ഉടമ്പടി ഏതാണ്? 1723 വേണാട് ഉടമ്പടി ഇത് ഒപ്പുവെക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ്. ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടിയാണടാ ഏത്? വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി. ഇനി ഈ ഉടമ്പടിയില് തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെക്കുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ആ ഒപ്പുവെക്കുന്നത് അദ്ദേഹം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പുവെക്കുന്നത്. വേണാട് ഉടമ്പടിയില് മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഉടമ്പടി നമുക്ക് പഠിക്കാനുള്ളത് മാവേലിക്കര ഉടമ്പടിയാണ്. ഇത് 1753 ഓഗസ്റ്റ് 15 മനസ്സിലാക്കി വെക്കുക. 1753 ഓഗസ്റ്റ് 15 വേണാട് ഉടമ്പടി വരുന്നത്. ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടാണ്. മനസ്സിലാക്കുക, വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലാണെങ്കിൽ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. അതായത് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് മാവേലിക്കര ഉടമ്പടിയാണ്. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ്. ഈ ഉടമ്പടിയിൽ കുറച്ച് വ്യവസ്ഥകളുണ്ട്. അതായത് ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ കൊടുക്കുന്ന കുരുമുളകിന് പകരമായിട്ട് ഡച്ചുകാര് യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് കൊടുക്കണം. എങ്ങനെ? തിരുവിതാംകൂർ ഡച്ചുകാർക്ക് കൊടുക്കുന്ന കുരുമുളകിന് പകരമായിട്ട് ഡച്ചുകാർ യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് കൊടുക്കണം. ഇനി തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരിടപെടരുത്? ഡച്ചുകാർ ഇടപെടരുത്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരിടപെട്ടിരുന്നു? ഡച്ചുകാർ ഇടപെട്ടിരുന്നു. അപ്പം അത് പാടില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് മാവേലിക്കര ഉടമ്പടി. അതേപോലെ തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത്, അതായത് തൊട്ടടുത്തുള്ള നാട്ടുരാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കണം. അതായത് എന്താണ്? ആ മറ്റു രാജ്യങ്ങളുടെ കൂടെ കൂടിയിട്ട് തിരുവിതാംകൂറിനെ ആക്രമിക്കുന്ന നിലപാട് ആരെടുക്കരുത്? ഡച്ചുകാർ എടുക്കരുത്. ഈ വ്യവസ്ഥകളാണ് ഏതിൽ പറയുന്നത്? 1753 ഓഗസ്റ്റ് 15 ഒപ്പുവെച്ച ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി. നമുക്കിനി ഒരു മാന്നാർ ഉടമ്പടിയെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്കത് കുറച്ച് ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പറയാം. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലവുമായി ഉണ്ടായ യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടുരാജ്യങ്ങൾ, ഇപ്പൊ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു അല്ലേ? അപ്പൊ ഈ രാജ്യങ്ങൾ ഇവരുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് അല്ലെ? ആ രാജ്യം അതിന്റെ ഭൂവിസ്തൃതിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ മറ്റു നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ ഈ കൊല്ലം ആക്രമിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരി ഉണ്ണി കേരളവർമ്മയാണെന്ന് പഠിച്ചു വെക്കണം. ആരാണടാ? ഉണ്ണി കേരളവർമ്മയാണ്. ഈ തിരുവിതാംകൂർ സൈന്യത്തെ ഈ കൊല്ലം യുദ്ധത്തില് നയിച്ചത് അന്നത്തെ തിരുവിതാംകൂർ ദളവയായിട്ടുള്ള അറുമുഖൻ പിള്ളയാണെന്ന് പഠിച്ചു വെക്കണം. കൊല്ലവുമായി ഉണ്ടായ യുദ്ധത്തില് തിരുവിതാംകൂറിനെ നയിച്ചത് അറുമുഖൻ പിള്ളയാണ്. ഉണ്ണി കേരളവർമ്മ ഈ യുദ്ധത്തിന് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ കൊല്ലവുമായി ഉണ്ടായ യുദ്ധത്തിന് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഉണ്ണി കേരളവർമ്മ എന്ത് ചെയ്യാണ്? തിരുവിതാംകൂറിനെതിരെ ഒരു സഖ്യം ഉണ്ടാക്കാൻ കായംകുളവുമായിട്ട് എന്ത് ചെയ്യാണ്? ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതായത് കായംകുളവുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നു. അതേപോലെ കായംകുളത്ത് നിന്നും ഒരു രാജകുമാരിയെ ദത്തെടുത്തിട്ട് ആ സഖ്യം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഒപ്പം തന്നെ ഈ തിരുവിതാംകൂറിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഏതാണ്? കല്ലടയുടെ ഒരു ഭാഗം ഈ ഉണ്ണി കേരളവർമ്മ കൈവശപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ മാർത്താണ്ഡവർമ്മയ്ക്ക് നേരെയുള്ള വെല്ലുവിളികളായിട്ടാണ് ആര് കണക്കാക്കുന്നത്? മാർത്താണ്ഡവർമ്മ കണക്കാക്കുന്നത്. ഈ ഉണ്ണി കേരളവർമ്മ പരാജയപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ രാജകീയ തടവുകാരനായിട്ട് തിരുവനന്തപുരത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ എന്ത് ചെയ്യാണ്? പാർപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇനി
നമുക്ക് കൊല്ലം യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു യുദ്ധമാണ് കായംകുളം യുദ്ധം. ഇതിനും വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു യുദ്ധമാണ്. കാരണം നമ്മൾ മാർത്താണ്ഡവർമ്മ ജയിച്ച യുദ്ധങ്ങളാണ് കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെട്ട യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് കായംകുളം പിടിച്ചെടുക്കാനുള്ള ഒരു യുദ്ധമാണ്. അതായത് ഈ കായംകുളം രാജാവ് കൊച്ചി, പുറക്കാട്, വടക്കുംകൂർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി ചേർന്ന് തിരുവിതാംകൂറിനെതിരായിട്ട് ഒരു സഖ്യകക്ഷി രൂപീകരിക്കുന്നു. ഈ 1734 മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം പിടിച്ചെടുക്കാൻ ദിവാൻ രാമയ്യൻ ദളവ തിരുവിതാംകൂർ സൈന്യത്തോടൊപ്പം നീങ്ങുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, കൊല്ലം യുദ്ധത്തില് ഇദ്ദേഹത്തിന്റെ ദിവാനായിട്ടുള്ള അറുമുഖൻ പിള്ളയാണ് പങ്കെടുക്കുന്നതെങ്കിൽ അത് ജയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കായംകുളം പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തില് ഇദ്ദേഹത്തിന്റെ ദിവാൻ ആരായിരുന്നു അന്ന്? 1734 രാമയ്യൻ ദളവയാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ രാമയ്യൻ ദളവയുടെ സൈന്യത്തെ കായംകുളത്തിന്റെ ദളവയായിട്ടുള്ള അച്യുത വാര്യരുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധം എന്ത് ചെയ്യാണ്? പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കായംകുളത്തിന്റെ ദിവാനാണ് അച്യുത വാര്യർ. അപ്പൊ ഈ അച്യുത വാര്യരുടെ സേന എന്ത് ചെയ്യാണ്? രാമയ്യൻ ദളവയുടെ സൈന്യത്തെ, അതായത് തിരുവിതാംകൂർ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നു. അപ്പൊ ഈ മാർത്താണ്ഡവർമ്മ എന്താ ചെയ്യുന്നത്? ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും സഹായത്തോടു കൂടിയിട്ട് ആധുനിക രീതിയിൽ ആയുധമണിയിച്ച് മാർത്താണ്ഡവർമ്മ കൊല്ലത്തിന് നേരെ പടനീങ്ങുന്നു. അതായത് തിരുവിതാംകൂറിന്റെ സൈന്യത്തിന് ആധുനിക രീതിയിലുള്ള ആയുധങ്ങളൊക്കെ ഫ്രഞ്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും കൈവശത്തു നിന്നൊക്കെ സഹായത്തിൽ അവർ വാങ്ങിച്ചെടുത്തിട്ട് അതുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധത്തിൽ, കായംകുളവുമായിട്ടുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. യുദ്ധമുഖത്ത് വെച്ച് കായംകുളം രാജാവ് കൊല്ലപ്പെടുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കായംകുളം രാജാവിന്റെ സഹോദരന്റെ നേതൃത്വത്തില് എന്ത് ചെയ്യാണ്? തിരുവിതാംകൂർ സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യാണ്? തിരിച്ച് തിരുവിതാംകൂറിലേക്ക് പോരുകയാണ്. അവർ ആ യുദ്ധം പരാജയപ്പെടുകയാണ്. അതായത് കായംകുളം ആദ്യം പിടിച്ചെടുക്കാൻ പോകുന്ന യുദ്ധത്തില് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുകയാണെന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നൊരു യുദ്ധമാണ് കൊട്ടാരക്കരയുമായുള്ള യുദ്ധം. അതായത് 1734 തന്നെ കൊട്ടാരക്കര ഇദ്ദേഹം കീഴടക്കുകയും അവിടുത്തെ രാജാവായിട്ടുള്ള വീരകേരളവർമ്മയെ തടവുകാരനാക്കി തിരുവനന്തപുരത്തെ ജയിലിലടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരുവനന്തപുരം ജയിലിൽ വെച്ചിട്ട് വീരകേരളവർമ്മ മരണപ്പെടുകയും തുടർന്ന് ഈ കൊട്ടാരക്കര റാണിയെ എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല? അധികാരമേൽക്കാൻ മാർത്താണ്ഡവർമ്മ അനുവദിക്കുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ്, ഇവർക്കിടയിൽ ഒരു മധ്യസ്ഥത വഹിക്കാനായിട്ട് ഡച്ച് സൈന്യാധിപനായിട്ടുള്ള വാൻ ഇംഹോക്ക് മുൻകൈ എടുത്തു വരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാൻ ഇംഹോക്കിന്റെ മധ്യസ്ഥത ഈ സ്ഥിതികൾ, അതായത് കൊട്ടാരക്കരയുമായുള്ള യുദ്ധത്തിലെ അതിനെ തുടർന്നുള്ള സ്ഥിതികൾ വളരെ മൂർച്ഛിക്കാനാണ് കാരണമായിട്ടുള്ളത്. അല്ലാതെ അതിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം കൊണ്ടുവരാൻ ആർക്ക് സാധിക്കുന്നില്ല? ഈ വാൻ ഇംഹോക്കിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് മധ്യസ്ഥതയ്ക്ക് സാധിക്കുന്നില്ല. അങ്ങനെ 1741 റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയാണ്? ഡച്ചുകാർ അവരോധിക്കുകയാണ് തുടർന്നുള്ള യുദ്ധത്തിൽ. അപ്പം ഇങ്ങനെ, കാരണം മാർത്താണ്ഡവർമ്മ എതിർത്തൊരു കാര്യത്തിൽ ഡച്ചുകാരുടെ സഹായത്തോടു കൂടിയിട്ട് റാണി അവിടെ അധികാരമേൽക്കുമ്പോൾ ഇദ്ദേഹം ഇതിനെ പ്രതിരോധിക്കും, അല്ലെ? മാർത്താണ്ഡവർമ്മ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിൽ കൊട്ടാരക്കര പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ റാണി കൊച്ചിയിൽ അഭയം തേടുന്നതൊക്കെയാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഇനി പഠിക്കാനുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. PSC നിരന്തരം മുൻ കാലവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മിക്ക PSC ഉദ്യോഗാർത്ഥികൾക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുളച്ചൽ യുദ്ധം ഏതാണടാ? കുളച്ചൽ യുദ്ധം നടന്നത് ഏതാണ്? 1741 ഓഗസ്റ്റ് 10 വിത്ത് ഡേറ്റ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചെടുക്കണം. കുളച്ചൽ യുദ്ധം നടക്കുന്നത് 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഏറ്റുമുട്ടുകയാണ്, അല്ലെ? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും എന്ത് ചെയ്യാണ്? ഏറ്റുമുട്ടുകയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു കണ്ടിന്യൂഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡച്ചുകാർ എന്ത് ചെയ്യാണ്? നിരന്തരം മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ എന്ത് ചെയ്യാണ്? പടയൊരുക്കങ്ങൾ നടത്തുകയാണ്, അല്ലെ? അപ്പം ഓരോ ഇൻസിഡന്റ്, ഓരോ നാട്ടുരാജ്യങ്ങളെ ഇദ്ദേഹത്തിനെതിരെ തിരിയാനായിട്ട് സഹായിക്കുന്നു. ഇതിലിവർ പരാജയപ്പെടുന്നു, പോകുന്നു. പിന്നെ ഇവര് ഡയറക്റ്റ് ആയിട്ട് വന്ന് എന്ത് ചെയ്യാണ്? 1741 മാർത്താണ്ഡവർമ്മയോട് യുദ്ധം ചെയ്യുന്നു.
ഈ ഇത് ഈ യുദ്ധം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ട യുദ്ധമാണ് ഉളച്ചൽ യുദ്ധം, അല്ലെ? ഇത് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രൗഡൊക്കെ തോന്നുന്നുണ്ടല്ലേ? അല്ലേടാ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇനി കുളച്ചൽ ഇന്ന് എവിടെയാണ്? കുളച്ചൽ ഇന്ന് കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ്. കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാടിന്റെ ഭാഗമാണ്, അല്ലെ? തിരുവിതാംകൂറിന്റെ തെക്ക് പ്രദേശങ്ങള് അന്ന് കൂടുതലും തമിഴ്നാടിന്റെയും കുറച്ച് ഭാഗങ്ങളുമായിട്ട് വ്യാപിച്ചു കിടന്നിരുന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മുടെ അതായത് പിന്നീട് കേരളം ഫോം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്ഥലങ്ങൾ അങ്ങോട്ട് വിളവങ്കോട്, അഗസ്തീശ്വരം എന്നൊക്കെ പറഞ്ഞ കുറെ സ്ഥലങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഡിലനോയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, കാരണം തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഡിലനോയ്. അപ്പൊ ഡിലനോയ് എന്ത് ചെയ്യാണ്? പിന്നീട് തിരുവിതാംകൂർ സേനയുടെ ഭാഗമായി തീരുകയാണ്. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരാണടാ? അത് വീര രവിവർമ്മയാണ്. അദ്ദേഹം വേണാട് രാജാവായിരുന്നു. പിന്നീട് ഈ ഉദയഗിരി കോട്ട പുതുക്കി പണിയുന്നുണ്ട്. ആര്? നമ്മുടെ മാർത്താണ്ഡവർമ്മ പുതുക്കി പണിയുന്നുണ്ടെന്നും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി മാർത്താണ്ഡവർമ്മ ഇതിനു ശേഷം എന്ത് ചെയ്യുന്നു? കായംകുളം പിടിച്ചെടുക്കുന്നു, അല്ലെ? കായംകുളവുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുന്നു. അതിനുശേഷം ഇതേ 1741 ശേഷം ഇതെന്ത് ചെയ്യാണ്? കായംകുളം പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് കൊല്ലം രാജാവിന്റെ സഹായത്തോടു കൂടി ഡച്ചുകാർ വാമനപുരം എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുക്കുകയാണ്. അതായത് 6000 പടയാളികൾ അടങ്ങുന്ന തൃപ്പാപ്പൂർ സൈന്യം ആരുടെ നേതൃത്വത്തിലാണ് കൊല്ലം കോട്ട വളയുന്നത്? രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലാണ് കൊല്ലം കോട്ട വളയുന്നത്. കായംകുളം രാജാവിന്റെ മന്ത്രി അച്യുത വാര്യരുടെ നേതൃത്വത്തിൽ, അല്ലെ? അവിടെയും ശക്തനായിട്ടുള്ള ഒരു ദിവാനുണ്ട്. ആരാണടാ? അച്യുത വാര്യരാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതേപോലെ കായംകുളത്തിന്റെയും ഡച്ചുകാരുടെയും സൈന്യം എന്ത് ചെയ്യാണ്? കോട്ട പ്രതിരോധിക്കുകയാണ്. കായംകുളത്തിനെ സഹായിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് കൊല്ലത്തിലെ അല്ലെ ഡച്ചുകാരുടെ സൈന്യവും അതേപോലെ എന്താ പറയാ കൊല്ലത്തിന്റെ സൈന്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പം തിരുവിതാംകൂറിന്റെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് രാമയ്യൻ ദളവയാണെങ്കിൽ കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകുന്നത് അച്യുത വാര്യരാണ് എന്ന് മനസ്സിലാക്കാം. നമ്മളിങ്ങനെ ഹിസ്റ്ററി അല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞു ആവേശം കൊള്ളുമ്പോൾ അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, ക്ഷമിക്കുക. തുടർന്ന് കായംകുളത്തിന്റെയും ഡച്ചുകാരുടെയും സൈന്യം എന്ത് ചെയ്യുന്നു? 1742 കിളിമാനൂർ എന്ന പ്രദേശം എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. യുദ്ധം പോകെ പോകുമ്പോ അല്ലെ കായംകുളത്തിന്റെയും ഡച്ചുകാരുടെയും സൈന്യം എന്ത് ചെയ്യാണ്? കിളിമാനൂർ പിടിച്ചെടുക്കുകയാണ്. എന്നാൽ തിരുനെൽവേലിയിൽ നിന്നുള്ള കുതിര പട്ടാളത്തിന്റെ സഹായത്തോടെ എങ്ങനെയാണെടാ? തഞ്ചാവൂരുമായിട്ടും തിരുനെൽവേലിയും ഒക്കെ ആയിട്ട് മാർത്താണ്ഡവർമ്മ നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്നുള്ള കുതിര പട്ടാളത്തിന്റെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയുടെ നായകത്വത്തിൽ, അതായത് ഇദ്ദേഹം തന്നെ മുന്നിട്ട് പട നയിച്ചിട്ട് കിളിമാനൂർ എന്ത് ചെയ്യാണ്? ലക്ഷ്യം വെക്കുന്നു. കിളിമാനൂർ ഇദ്ദേഹം പിടിച്ചെടുക്കുകയാണ് സൈന്യം. അപ്പം ഈ യുദ്ധത്തില് ഇദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയതാണ് രാമവർമ്മ യുവരാജാവ് ധർമ്മരാജ. പിന്നെ രാമയ്യൻ ദളവ, ഡിലനോയ് തുടങ്ങിയവർ എന്ത് ചെയ്യണം? നേതൃത്വം നൽകുകയാണ് കേട്ടോ. കാരണം പിന്നീടുള്ള അല്ലെ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന രാജാവാണ് ധർമ്മരാജ, അല്ലെ? അദ്ദേഹം അതേപോലെ രാമയ്യൻ ദളവ, ഡിലനോയ് തുടങ്ങിയവർ എന്ത് ചെയ്യാണ്? കിളിമാനൂർ പിടിച്ചടക്കുന്നു കേട്ടോ. അപ്പൊ ഈ കായംകുളം രാജാവ് ശരിക്കും ഇതിൽ പരാജയപ്പെടുന്നു. തുടർന്ന് വരുന്ന ഒരു ഉടമ്പടിയാണ്. കാരണം ഇദ്ദേഹം പരാജയപ്പെട്ടത് കൊണ്ട് ഇദ്ദേഹത്തെ വധിക്കരുത്, ഇദ്ദേഹം ഒരു സമാധാന സന്ധിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ ഒരു സന്ധിയാണ് മാന്നാർ ഉടമ്പടി. കായംകുളം രാജാവും അതേപോലെ മാർത്താണ്ഡവർമ്മയും കൂടെ വരുന്ന ഒരു സന്ധിയാണ്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി. അതായത് യുദ്ധത്തിൽ തോറ്റ കായംകുളം രാജാവ് കൊല്ലത്തിന്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം ആർക്ക് വിട്ടുകൊടുക്കുന്നടാ? തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കുകയാണ്. പക്ഷെ ഈ എന്താ പറയാ ഈ മാന്നാർ ഉടമ്പടിയൊക്കെ കായംകുളം രാജാവ് ലംഘിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ലംഘിക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും കായംകുളം ചെന്നിട്ട് അത് പൂർണ്ണമായിട്ടും കായംകുളം പിടിച്ചെടുക്കുന്നതൊക്കെ ആണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് 1753 അമ്പലപ്പുഴ യുദ്ധം എന്ന് പറയുന്നത്. അതായത് ആനന്ദേശ്വര യുദ്ധം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇതിന് കാരണം ഈ കൊച്ചി സൈന്യവും തിരുവിതാംകൂർ സൈന്യവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഈ അമ്പലപ്പുഴ യുദ്ധത്തില് ഏറ്റുമുട്ടുന്നത് കൊച്ചി സൈന്യവും
തിരുവിതാംകൂർ സൈന്യവുമാണ്. അതിൽ തിരുവിതാംകൂർ സൈന്യം എന്ത് ചെയ്യാണ്? വിജയിക്കുകയാണ്. കാരണം അമ്പലപ്പുഴയിലേക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? കൊച്ചി സൈന്യം അമ്പലപ്പുഴയിലേക്ക് പിൻവാങ്ങുന്നു. അമ്പലപ്പുഴയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? തിരുവിതാംകൂർ സൈന്യം ഇവരെ പ്രതിരോധിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അതാണ് അമ്പലപ്പുഴ യുദ്ധം എന്ന് പറയുന്നത്. 1753 ഇനി തിരുവിതാംകൂർ കൊച്ചി സഖ്യം വരുന്നുണ്ട്. അതായത് തിരുവിതാംകൂർ കൊച്ചി സഖ്യം വരുന്നത് 1757. അതായത് നമ്മൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നില്ലേ, അങ്ങനെ പറയുന്ന ഒരു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ആക്രമിക്കാൻ ആര് തയ്യാറെടുക്കുകയാണ്? സാമൂതിരി തയ്യാറെടുക്കുന്നു. സാമൂതിരി എന്ത് ചെയ്യാണ്? തെക്കുള്ള കൊച്ചിയെയും തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പൊ ഈ വിവരം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ഈ കൊച്ചി തിരുവിതാംകൂർ ഒരു സഖ്യം വരികയാണ്. അതായത് അന്നത്തെ അവിടുത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്ത് കോമി അച്ഛന്റെ നേതൃത്വത്തിൽ ഒരു സഖ്യം ഉണ്ടാക്കുകയാണ് ഇവര്. അപ്പം എന്താണ് സഖ്യത്തിൽ വരുന്ന കാര്യങ്ങള്? അതായത് സാമൂതിരിയെ നേരിടാനായിട്ട് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചു നിൽക്കുകയാണ്. അപ്പൊ സൈനികരൊക്കെ എന്ത് ചെയ്യാണ്? കൊച്ചിയിലേക്ക് വരികയും അവിടുന്ന് എന്ത് ചെയ്യാണ്? യുദ്ധവും ഉണ്ടാവുന്നതൊക്കെയാണ്. സാമൂതിരിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇവര് തമ്മിൽ ഒരു ഉടമ്പടി വരുന്നുണ്ട്. അതാണ് തിരുവിതാംകൂർ കൊച്ചി സഖ്യം എന്ന് പറയുന്നത് കേട്ടോ. അതില് ഒരു ഇതില് കൊച്ചിയിലെ അതായത് കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങള് കൊച്ചി രാജാവ് എന്ത് ചെയ്യാണ്? തിരുവിതാംകൂറിന്റെ ഭാഗമാകാൻ, അതായത് അവർക്ക് വിട്ടുകൊടുക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഉടമ്പടിയിലൂടെയും അതേപോലെ യുദ്ധങ്ങളിലൂടെയും ഒക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. നമുക്ക് എന്താണ് അവിടെ പഠിക്കാനുള്ളത്? മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളാണ്. അതായത് ആറ്റിങ്ങൽ ദേശവഴിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയും, അതായത് നമ്മൾ ആറ്റിങ്ങൽ കലാപം ഒക്കെ പറയുന്നുണ്ടല്ലോ അല്ലെ, റാണി എന്താ പറയാ കോട്ട പണിയാൻ അനുമതി കൊടുക്കുന്നു, അങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ നമുക്ക് ആറ്റിങ്ങൽ കലാപത്തിൽ പഠിക്കാനുണ്ട്. അപ്പം ഈ ആറ്റിങ്ങലിന്റെ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ അതായത് ഈ മാർത്താണ്ഡവർമ്മയ്ക്ക് ഇദ്ദേഹത്തിന്റെ രാജ്യം മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ ഇദ്ദേഹത്തിന് അധികാരം വരുന്ന സമയത്ത് ഈ ആറ്റിങ്ങലിന്റെ ഭാഗമായിട്ടുള്ള കുറെ പ്രദേശങ്ങൾ ഈ യുവരാജാവിനുള്ളതാണെന്ന് അതിലുണ്ട്. അപ്പം ആ ഒരു എന്താ പറയാ അധികാരത്തിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ആറ്റിങ്ങൽ ദേശവഴിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായിട്ട് ആറ്റിങ്ങൽ തമ്പുരാട്ടിമാർക്കുണ്ടായിരുന്ന സ്വതന്ത്രമായിട്ടുള്ള ഇടപാടുകൾ ആദ്യം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം തടയുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ഭരണപരിഷ്കാരമായിരുന്നു ഇത്. പിന്നെ കാർഷിക വികസനത്തിന് വളരെ മുൻകൈ എടുത്തൊരു രാജാവാണ് ഇദ്ദേഹം. അണക്കെട്ടുകള്, ജലസംഭരണ കേന്ദ്രങ്ങൾ, തോടുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അതായത് പൊന്മന പുത്തനണ മുതലായ അണക്കെട്ടുകൾ ഉണ്ടാക്കുകയും അതേപോലെ കുടിവെള്ളം എത്തിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ആ രംഗത്ത് ചെയ്യുന്നുണ്ട്. ഗതാഗത പുരോഗതിക്ക് ഇദ്ദേഹം ഒരുപാട് റോഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കുന്നുണ്ട്. പിന്നെ തിരുവിതാംകൂറില് സ്ഥിര സൈന്യമായ മറവപ്പട ഏർപ്പെടുത്തുന്നു ഇദ്ദേഹം. മറവപ്പട എളുപ്പമാണ് പഠിക്കാൻ. മറവപ്പട മായിലാണല്ലേ, മാർത്താണ്ഡവർമ്മയും എന്തിലാണ്? മായിലാണ്. അപ്പൊ മറവപ്പട ആരുടേതാണ്? മാർത്താണ്ഡവർമ്മയുടേതാണെന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കൂ. പിന്നെ അതേപോലെ സൈന്യത്തിന് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധവും ഒക്കെ നൽകുന്നുണ്ടല്ലേ. നമ്മളെ ഡച്ച് സൈന്യാധിപനായിട്ടുള്ള ഡിലനോയെ നമ്മൾ ഏറ്റെടുത്തൂലേ, എന്നിട്ട് നമ്മൾ വലിയ കപ്പിത്താനാക്കി. അപ്പൊ ഇദ്ദേഹത്തിന് വെറുതെ ആണോ വലിയ കപ്പിത്താനാക്കിയത്? അല്ല. ഈ ഡിലനോയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സൈന്യത്തെ വളരെ ആധുനിക രീതിയിലുള്ള സൈന്യമാക്കി മാറ്റാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വടക്കേക്കോട്ട അതുകൊണ്ടൊക്കെ തന്നെയാട്ടോ അദ്ദേഹത്തിന് ഉദയഗിരി കോട്ടയിലെ സ്മാരകം കൊടുത്തിട്ടുള്ളതും. ഡിലനോ എന്ത് ചെയ്യാണ്? ഈ സൈന്യത്തിന്റെ വളർച്ചയ്ക്കായിട്ട് വളരെയധികം പ്രയത്നിച്ച വ്യക്തി കൂടെയാണ് ഡിലനോ. ഇനി വടക്കേക്കോട്ട, വട്ടക്കോട്ട, കിഴക്കേക്കോട്ട, പടിഞ്ഞാറേ കോട്ടയൊക്കെ നിർമ്മിച്ചു. വടക്കേ കോട്ടയല്ല, വട്ടക്കോട്ട, കിഴക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട ഒക്കെ നിർമ്മിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഉദയഗിരി കോട്ട ഇദ്ദേഹം എന്ത് ചെയ്യുന്നടാ? പുതുക്കി പണിയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഉദയഗിരിക്കോട്ട നിർമ്മിച്ചത് വീരകേരളവർമ്മയാണെങ്കിൽ അത് പുതുക്കി പണിയുന്നത് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ മറ്റൊന്നാണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷൻ ചുമർ ചിത്രം മണിയടിവിച്ചത്. ഇദ്ദേഹം ഈ ചിത്രകലയ്ക്ക്, അതായത് ചിത്രകലയ്ക്ക് എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിങ്ങുകളൊക്കെ ആരുടെ? മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലൊക്കെയാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഇനി കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ എന്ത് ചെയ്യുന്നുണ്ട്? ആരംഭിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിലം പുരയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ 1739 ഇദ്ദേഹം നിയോഗിച്ച വ്യക്തിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി. ആരാണടാ? ഈ കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ നടത്താനായിട്ട് ഇദ്ദേഹം നിയോഗിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന് പറയുന്നത്.
ഈ മല്ലൻ ശങ്കരൻ ഭൂമിയെ ദേവസ്വം എന്നും ബ്രഹ്മസ്വം എന്നും ദാനം പണ്ടാരം വക എന്നിങ്ങനെ 4ആയിട്ട് വിഭജിക്കുന്നുണ്ട്. എടാ, നമ്മൾ ചില റാങ്ക് ഫയലുകൾ ദാനം എന്നുള്ളത് ദാസം എന്നൊക്കെയാണ് കാണുന്നത്. പക്ഷെ ശ്രീധരമേനോന്റെ കേരള ചരിത്രത്തില് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ദാനമാണെന്ന് കേട്ടോ. അപ്പം മനസ്സിലാക്കുക, ഭൂമിയെ ദേവസ്വം ബ്രഹ്മസ്വം ദാനം പണ്ടാരം വക എന്നിങ്ങനെ 4ആയിട്ട് വിഭജിച്ചു ഇദ്ദേഹം. അതേപോലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി നിർണയിച്ചു. ഇനി ഇരുപ്പു നിലങ്ങൾക്ക് ഒരുപ്പു നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി. ഇരുപ്പ് നിലങ്ങൾക്ക്, അതായത് ഒറ്റ കെട്ടിടങ്ങളെക്കാളും ഇരട്ട കെട്ടിടങ്ങൾക്കൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, പാട്ടം ഇരട്ടിയാക്കുകയാണ്. അതേപോലെ കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടം, അതേപോലെ ഉപ്പ് നിർമ്മാണം, സർക്കാരിന്റെ കുത്തക. നിങ്ങൾ മനസ്സിലാക്കുക, കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായവയുടെ കച്ചവടം ഇദ്ദേഹം എന്ത് ചെയ്യാണ്, വളരെയധികം വർദ്ധിപ്പിച്ചു. അതേപോലെ ഉപ്പ് നിർമ്മാണവും സർക്കാരിന്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിൽ ഇവയുടെ സ്റ്റോറേജ് സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. അല്ലെ, കുരുമുളകൊക്കെ അന്ന് വിദേശികൾക്ക് വളരെയധികം പുകയിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇദ്ദേഹത്തെ ഉൽപാദനവും കൂട്ടി. അതേപോലെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരുപാട് ദേശത്തേക്ക് കൊടുക്കാൻ ഉള്ള അതത് ദേശങ്ങളിൽ ഇതിന്റെ സംഭരണശാലകളൊക്കെ ഇദ്ദേഹം തുറക്കുന്നുണ്ട്. കള്ളക്കടത്ത് തടയാനായിട്ട് അതിർത്തികളിൽ ചൗക്കകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞ. കള്ളക്കടത്ത് തടയാനായിട്ട് അതിർത്തികളിൽ ചൗക്കകൾ, ചെക്ക് പോസ്റ്റ് കേട്ടോ, ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് സംവിധാനം നടപ്പാക്കി. പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ്, അതായത് കുത്തൊഴിഞ്ഞൊരു ഭരണമായിരുന്നില്ല മാർത്താണ്ഡവർമ്മയുടേത്. അദ്ദേഹത്തിന്റെ ഭരണരംഗം, അതായത് അദ്ദേഹത്തിന്റെ നാട്ടില് ജനതയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പുരോഗതി ഉണ്ടാവാനായിട്ട്, അല്ലെ, നമുക്ക് നോക്കൂ, ബജറ്റ് എന്ന ആ ഒരു സിസ്റ്റം ഒക്കെ അദ്ദേഹം അന്ന് നടപ്പിലാക്കി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഇദ്ദേഹത്തിന്റെ സമയത്ത് താലൂക്ക് ഓഫീസ്, അതായത് മണ്ഡപത്തും വാതുക്കൽ, അതായത് ഇന്നത്തെ താലൂക്ക് ഓഫീസ് അന്ന് മണ്ഡപത്തും വാതുക്കൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഇന്നത്തെ തഹസിൽദാർ അന്ന് അറിയപ്പെട്ടിരുന്നത് കാര്യക്കാരെന്നുമാണ്. ഇനി ഇന്നുള്ള നമ്മുടെ വില്ലേജ് ഓഫീസ് അന്ന് അറിയപ്പെട്ടിരുന്നത് പകുതികൾ എന്നാണ്. ഈ വില്ലേജ് ആണ് ഇതിന്റെ ബേസ്, പകുതി. വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രവർത്തിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അവിടെയുള്ള ആളുകൾ പ്രവർത്തിക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബജറ്റ് ഇദ്ദേഹം അന്നത്തെ കാലത്ത് പതിവ് കണക്ക് എന്നാണ് പറയുന്നത്. ചെക്ക് പോസ്റ്റ് ചൗക്കകൾ എന്നാണ് അറിയപ്പെടുന്നത്. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചലം. അപ്പം ഇതൊക്കെ വലിയ, അല്ലെ, നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ തിരുവിതാംകൂറിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത വളരെ വലിയ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഫാക്ട്സും. ഇനി നമുക്ക് അവിടെ പഠിക്കാനുള്ള ആളുകളാണ് എട്ടുവീട്ടിൽ പിള്ളമാരെന്ന് പറയുന്നത്. അതായത് വേണാട് മരുമക്കത്തായ സമ്പ്രദായത്തിലൂടെ തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടുകയാണ്. അപ്പം മക്കത്തായ ഇതുണ്ടാവുമല്ലോ, അതായത് മക്കൾക്ക് കിട്ടേണ്ട സ്ഥാനമാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് കിട്ടിയത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതിരോധിക്കുമല്ലോ. അപ്പം ഈ ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ചു കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാരാണ് ആര്, എട്ടുവീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത്. അപ്പം അതായത് ഈ മക്കള്, ഇവർക്ക് എന്ത് ചെയ്യണം, അധികാരം കിട്ടണമെന്ന് മോഹമുണ്ട്. അപ്പം ഇവര് മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ നിൽക്കുകയാണെങ്കിൽ കൂടെ ഇദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പടയൊരുക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആര് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എട്ടുവീട്ടിൽ പിള്ളമാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിന്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നടാ, അദ്ദേഹം ഇല്ലാതാക്കി എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ മാർത്താണ്ഡവർമ്മ ഇവർക്കെതിരെ ഈ പട നയിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണിത്. അമ്മച്ചി പ്ലാവ് എന്ന് പറയുന്നത്, അതായത് വലിയൊരു പ്ലാവാണ്. ഈ പ്ലാവിന്റെ ഒരു പൊത്തില് ഇദ്ദേഹം അഭയം തേടി, മാർത്താണ്ഡവർമ്മ അഭയം തേടി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ, മാർത്താണ്ഡവർമ്മ അല്ല വലിയൊരാളെ ഉൾക്കൊള്ളാനുള്ള ഒരു പൊത്ത്, ഒരു മരത്തിന്റെ, അല്ലെ, നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ ശരിക്കും മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി എന്ന് പറയുന്നത് ഇവരുടെ വീടുകളൊക്കെ കുളം തോണ്ടി എന്ന് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാട്ടോ പറഞ്ഞ, വീടുകൾ കുളം തോണ്ടി എന്ന് പറയുന്നു. അപ്പം അതായത് ചില റാങ്ക് ഫയലിൽ കാണുന്നുണ്ട് കുളം തോണ്ടുക എന്ന പ്രയോഗം ഇതിന് ശേഷമാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം വീടുകൾ കുളം തോണ്ടുന്നുണ്ട്. ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ എല്ലാം തന്നെ എന്ത് ചെയ്യുക, കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരുടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ പറയുന്നത് മുക്കുവർക്കൊക്കെ വിറ്റു എന്നാണ് ചരിത്ര പുസ്തകത്തിൽ കാണുന്നത് കേട്ടോ. അല്ലെ, അപ്പം അതൊക്കെ പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് വളരെ എന്താ പറയാ ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇങ്ങനെ വിൽക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ കേട്ടോ.
ഇനി നോക്കൂ, തൃപ്പടി ദാനം ഏതാണ് നമുക്ക് പഠിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടന്റ് ആണ് തൃപ്പടി ദാനം. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടി ദാനം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തിന്റെ രാജ്യത്തെ തിരുവിതാംകൂറിനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപിച്ച സംഭവമാണ് തൃപ്പടി ദാനം. തൃപ്പടി ദാനം നടക്കുന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1750 ജനുവരി 3 അത് കൊല്ലവർഷം നോക്കുകയാണെങ്കിൽ 925 മകരം 5 ഇനി തൃപ്പടി ദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികള് പത്മനാഭദാസന്മാർ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു. രണ്ടാം തൃപ്പടിദാനം നടക്കുന്നുണ്ട്. അത് 1766 ധർമ്മരാജയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ധർമ്മരാജയാണ് ഇത് ചെയ്യുന്നത്. ഇനി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണെന്നും മനസ്സിലാക്കി വെക്കുക. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന പ്രത്യേകതകളാണ്. ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചല്ലേ, നമ്മൾ പറഞ്ഞു 8 വീട്ടിൽ പിള്ളമാരൊക്കെ അമർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. നമ്മൾ പല യുദ്ധങ്ങളും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പഠിച്ചു. പല ഏരിയയും ഇദ്ദേഹം കീഴടക്കുന്നതായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഇനി ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല കുലശേഖര പെരുമാൾ, വളരെ ചെറിയ പേരല്ലേ. എന്താണ്? ശ്രീ പത്മനാഭദാസ വഞ്ചിപ്പാല കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചു ഇദ്ദേഹം. ഇനി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. ക്ഷേത്രത്തിലെ മുറജപം, ഭദ്രദീപം എന്നിങ്ങനെ 2 ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിൽ മുറജപം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായിട്ട് 6 വർഷത്തിലൊരിക്കല് ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമാണ് മുറജപം, 6 വർഷത്തിലൊരിക്കൽ. എന്നാൽ ഭദ്രദീപം എങ്ങനെയാണ്? 6 മാസത്തിലൊരിക്കലാണ്. അതായത് വർഷത്തിൽ 2 തവണ നടക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി 8 യോഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതിയാണ് 8 യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതില് 8 പോറ്റിമാർക്ക് ഓരോ വോട്ടും രാജാവിന് അര വോട്ടുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അതാണ് 8 യോഗം എന്ന് പറയുന്നത്. പോറ്റിമാർക്ക് 8 വോട്ടും, 8 പോറ്റിമാർക്ക് 8 വോട്ടും രാജാവിന് അര വോട്ടും. ഇനി മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന സദസ്യരാണ് കുഞ്ചൻ നമ്പ്യാര്, രാമപുരത്ത് വാര്യർ തുടങ്ങിയ ആളുകൾ. ഇദ്ദേഹം ചുമർ ചിത്രകലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിന്റിങ്, അതേപോലെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രമൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ്. ഇനി മതത്തിനും സാഹിത്യത്തിനും വളരെ പ്രധാനമാട്ടോ ഇദ്ദേഹം നമ്മളെ ഈ രാജ്യവിസ്തൃതി കൂട്ടുന്നു എന്നൊക്കെ മതത്തിന് ഭയങ്കര പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു തിരുവിതാംകൂർ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ കേട്ടോ. മതത്തിനും സാഹിത്യത്തിനും കലകൾക്കും ഉണ്ടായ വികാസം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സുസ്മരണീയമാക്കുന്നു എന്നാ പറയുന്നത്. അല്ല, സുസ്മരണീയമാക്കുന്നു അല്ല, അത്രയധികം സ്മരണ ഉണർത്തുന്നു എന്നാണ് നമ്മൾ ഈ സുസ്മരണീയമാക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട മാക്സിമം ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ഇനി എന്നും എടുത്തു പോകുന്ന ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാത്ത ഫാക്ട്സ് നമ്മൾ പിന്നീട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കവർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലെ. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് പറഞ്ഞു പോകുന്നത് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു അല്ലെ. യോഗക്കാർ അവർക്ക് എന്തും ചെയ്തിട്ടുണ്ട്, പിന്തുണയും കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി, അതും ശരിയാണ്. ദേവസ്വം, ബ്രഹ്മസം, ദാനം, പണ്ടാരം വക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് ചെയ്തത്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. കണ്ടെടുത്തൊക്കെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും പാതുക്കൽ അല്ലെ, നമ്മൾ പറഞ്ഞു താലൂക്കുകൾ. ഇത് ഇന്നത്തെ തഹസിൽദാർമാരുടെ അല്ലെ, താലൂക്കിൽ ആരാ? തഹസിൽദാരാണല്ലേ. അപ്പൊ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. നമ്മൾ പറഞ്ഞു തഹസിൽദാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കാര്യക്കാർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ 4 ഫാക്ട്സും എന്താണടാ? അത് ശരിയാണ്. 1, 2, 3, 4 എന്താണ്? ശരിയാണ്. നിങ്ങൾ നോക്കൂ, ഡിഗ്രി പ്രിലിമിനറിക്ക് ആയാലും നമ്മളൊരു ബേസ് ചോദ്യങ്ങൾ അല്ല ഉണ്ടാവുക. നമ്മൾ കുറച്ചൊരു ഡെപ്തിൽ വേണം തീർച്ചയായിട്ടും പഠിക്കാനായിട്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇതേപോലെ മാക്സിമം 1, 2 ക്ലാസ്സുകൾ ദിവസം ചെയ്യാനുള്ള ശ്രമം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ്, ബ്രഹ്മാസിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ ക്ലാസ്സുകൾ കാണുന്ന ആളുകൾ ജോയിൻ ചെയ്യുക. നമ്മൾ അതിലെന്നും ഡിസ്കഷനും PYQ ഒക്കെ ആയിട്ട് ആണ് നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം നിങ്ങൾ അതിൽ നിന്ന് ജോയിൻ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലും ഉണ്ട്, അപ്പോൾ ആ ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ദിവസം നമ്മൾ ഹിസ്റ്ററി ഭാഗത്തുള്ള കണ്ടിന്യൂഷനും അതിൻ്റെ ഇടയിൽ മാത്സും മലയാളം ഇംഗ്ലീഷും ക്ലാസ്സുകളൊക്കെ ആയിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാം. ബൈ.